സംസ്ഥാനത്ത് ഇൻഷുറൻസ് ഇല്ലാതെ 5031 മത്സ്യബന്ധന ബോട്ടുകൾ സർക്കാർ സഹായമില്ലാതെയും വാഹനം കുറഞ്ഞതുമെല്ലാം തവണയടവ് വെല്ലുവിളിയാക്കി. സാമ്പത്തിക ബാധ്യത കൂടുമെന്നതിനാൽ ഇൻഷുറൻസ് വേണ്ട എന്ന നിലപാടിലാണ് പല ബോട്ടുടമകളും. ഇൻഷുറൻസ് എടുത്താലും അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നും ഇവർക്ക് പരാതിയുണ്ട്. ഇന്ധന വില വർധനവ് കാരണം സംസ്ഥാനത്ത് 3000-ഓളം ബോട്ടുകൾ മാത്രമാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത്. നിത്യവും പോകുന്നതാകട്ടെ ഇതിൽ 40% മാത്രമാണ്. ഒരു തവണ കടലിൽ പോകണമെങ്കിൽ 500 മുതൽ 700 ലിറ്റർ വരെ ഡീസൽ വേണമെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. ഇതിന് മാത്രം 70,000-ഓളം രൂപ ചിലവ് വരും. തൊഴിലാളികളുടെ ശമ്പളവും മറ്റു ചിലവുകളും ഉൾപ്പെടെ ഒരു ബോട്ടിന് കടലിൽ പോയി വരുന്നതിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണ്ടിവരും. എന്നാൽ അതിന് ആനുപാതികമായി പലപ്പോഴും മത്സ്യം ലഭിക്കാതെ വരുന്നതിനാൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാറ്റിവെക്കുകയാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്നത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപകടമുണ്ടാകുമ്പോൾ ബോട്ടിനും തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും അപകടമുണ്ടായാൽ പോലും ഇൻഷുറൻസ് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഡാമേജിന് 17,000 രൂപയുടെ കൊട്ടേഷനും എസ്റ്റിമേറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ പണിയെല്ലാം കഴിഞ്ഞിരുന്ന് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി തന്നത് 17,000 രൂപ ആയതുകൊണ്ട് 20,000-ന് താഴെ ആയത് കഴിഞ്ഞാൽ ഒരു ചില്ലി കാശ് പോലും കിട്ടത്തില്ലെന്നാണ്. ഞങ്ങൾ ഇൻഷുറൻസിന് കാശും അടച്ചിട്ട് ഇൻഷുറൻസ് ലഭിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഇരിക്കുമ്പോൾ ഈ ഒരു സമീപനമാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തും ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇൻഷുറൻസിൽ സർക്കാർ സഹായങ്ങൾക്ക് പുറത്താണ് യന്ത്രവർക്കിത യാനങ്ങൾ. ബോട്ടുകൾ ഒഴിച്ചുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കെല്ലാം ഇൻഷുറൻസിൽ പകുതിയിൽ കൂടുതൽ വിഹിതം സർക്കാർ അടയ്ക്കും. 2 ലക്ഷം രൂപയാണ് ബോട്ടുകൾക്ക് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം. ഓരോ വർഷവും പുതുക്കുകയും വേണം. പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കുമാണ് ഇൻഷുറൻസിൽ സർക്കാർ സഹായം നൽകുന്നത്. ഇവയ്ക്ക് ഇൻഷുറൻസ് തുകയുടെ 90% സർക്കാർ വിഹിതവുമാണ്. എന്നിട്ടും 28,282 വള്ളങ്ങൾക്ക് നിലവിൽ ഇൻഷുറൻസ് ഇല്ല. എൻജിൻ വള്ളങ്ങളിൽ 25,169 എണ്ണത്തിനും ഇൻഷുറൻസ് ഇല്ലെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ആ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറയാം ഞങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് വള്ളം എഞ്ചിനുമായിട്ടുള്ള. ഞാൻ അന്നേരം പറഞ്ഞു അത് നിങ്ങളുടെ ടൈപ്പ്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പോളിസി 2 ലക്ഷമാണ്, അതിന് ഞങ്ങൾക്ക് ക്യാഷ് തന്നേ പറ്റുള്ളൂ, അവർ തരത്തില്ലെന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് ഇല്ലാത്ത ബോട്ടുകൾ കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. 1748. 1000-ലധികം ബോട്ടുകൾ ഉണ്ടായിരുന്ന കൊല്ലം ജില്ലയിൽ 860 ബോട്ടുകൾക്ക് ഇൻഷുറൻസ് ഇല്ലെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ 700 ബോട്ടുകൾ പോലും കടലിൽ പോകുന്നില്ല. മുൻപ് മത്സ്യബന്ധന യാനങ്ങളുടെ ലൈസൻസ് പുതുക്കണമെങ്കിൽ ഇൻഷുറൻസും തൊഴിലാളികളുടെ ക്ഷേമനിധി അംഗത്വവും നിർബന്ധമായിരുന്നു. ഇത് കുരുക്കായതോടെയാണ് ലൈസൻസ് എടുക്കാൻ ഇൻഷുറൻസ് വേണമെന്ന നിബന്ധന ഒഴിവാക്കിയത്. വർദ്ധിച്ചു വരുന്ന ചിലവിനൊപ്പം ഇൻഷുറൻസ് നഷ്ടപരിഹാരം കിട്ടാത്തതും തൊഴിലാളികൾക്ക് വലിയ സാമ്പത്തിക ബാധ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കൊല്ലത്തുനിന്ന് രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24.